CMF എന്ന ബ്രാൻഡിന്റെ അവരുടെ ആദ്യത്തെ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. CMF ഫോൺ 1. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 2000 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ വില 16,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിലായിട്ടായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ പഴയ ഫോണുകളിലൊക്കെ നമുക്ക് ബാക്ക് പാനൽ ഊരാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ ഒരു ഫോണിലും അതുപോലത്തെ ഒരു ബാക്ക് പാനൽ വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 16,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം പ്രോസസ്സർ എന്നുള്ളതും ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 2TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ചിലപ്പോൾ സിംഗിൾ സ്പീക്കറേ വരുള്ളൂ. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. രണ്ടാമത് ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറൊക്കെ വന്നേക്കാം. പിന്നെ 4K 30fps വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ആയിരിക്കും ഇതിൽ വരിക. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ 2യുടെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി റീബ്രാൻഡഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് പലതും സെയിം ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കില്ല. അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം കറക്റ്റ് ഒരു റീബ്രാൻഡഡ് വെർഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഡിസൈനിന്റെ കാര്യത്തിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നത്തിങ് ഫോൺ 2യിൽ ഗ്ലിഫ് ഇന്റർഫേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോണിന്റെ ബാക്കിൽ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ ആ ഒരു ഡിസൈൻ ആയിരിക്കില്ല. റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാക്ക് പാനലൊക്കെ ആയിരിക്കും ഇതിൽ വരിക. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 8 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോണ് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. 6GB റാം വെർഷന്റെ വില 15,999 രൂപയും 8GB റാം വെർഷന്റെ വില 17,999 രൂപയുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബോക്സിലുള്ള വില 19,999 രൂപയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിന്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 16,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിലായിട്ട് വന്നേക്കാം. നമ്മൾ ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം 16,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണിന്റെ വില എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബാക്കി തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്നും പറയാവുന്നതാണ്. എന്തായാലും CMF ഫോൺ 1 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.